നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പണി രാവിലെ എണിച്ചിട്ട് അല്ലേ? ഫുഡൊക്കെ രണ്ടുപേരും കഴിച്ചു കേട്ടോ. കോഴിനെ കണ്ടിട്ടാ വലിയ ആളാവാൻ നോക്കുകയാണ് ഞങ്ങളെ. രണ്ടുപേരും കൂടി ഇനി ലാസ്റ്റ് കോഴിനെ പിടിച്ച് ഇതാക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇല്ലെങ്കിലേ ഒരാൾ കോഴിനെ പിടിക്കുന്ന ആളുണ്ട് അഖിലേട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ. ഇനിയിപ്പോൾ ഇവള് പിന്നെ റൗണ്ട് മുടുക്കിയിട്ടേ ഇരിക്കും ടാറ്റേസ. പക്ഷേ കുഞ്ഞുങ്ങളുള്ള കോഴിയാണെങ്കിൽ തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരി പേടിച്ച് ഓടിയിട്ട് വരും. ഇവളിപ്പോൾ കുരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലുതൊക്കെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. ഇപ്പം എന്താണ് നിങ്ങളുടെ നാട്ടിലെ ഓണമൊക്കെ എത്തിയോ? ഓണാഘോഷമൊക്കെ ഇതുവരെ ആയി? ദിസക്കുട്ടി എന്താ കാണിച്ചന്? എന്താ കാണിച്ചന്? അമ്മൂമ്മ ചാണകം കൊടുക്കാൻ തരികയാണ് കേട്ടാ. കാണിച്ചു തരാം. മകൻ സ്കൂളിൽ പോയി. സ്കൂളുണ്ടെന്ന്. വേണ്ട രസാ, ഇവിടെ വാ. അത് വെറുതെ നിലവിളിച്ചിട്ടേ ഇരിക്കും. വാ, ചാണകം കൊടുക്കാൻ വന്നെ. വാ. ദൈവമേ വയ്യ. ഡീ വാടി. നോക്ക് വളം കൊടുക്കാനടി. വാ. ഇവിടെ നോക്കി പുള്ളിക്കാരി നോക്കിയോട്ടാ കാണുന്നു. എന്താ ഇത്ര സൗണ്ട് ഉള്ളൂ ലിസിക്ക്? ശരി. ടെസ നീ ഇവിടെ വാ. അമ്മമ്മ ചായ എടുക്കട്ടെ. വാ ഓടി വാ. ഡീ ഇവളില്ലെങ്കിൽ അവർ പോണ വരെ നിലവിളിച്ചിട്ടേ ഇരിക്കും. ക്ലിയർ ആവണ്ടോ എന്തോ അല്ലേ? പോണം. എൻ്റെ പിന്നാലെ ഓടിയിട്ട് വരികയാണ്. ഞാനും കുറയ്ക്കട്ടെ പറഞ്ഞിട്ട്. വാ ഇവിടെ വാ. ചോദിക്കണം കേട്ടാ. ഇങ്ങോട്ടേക്കാട് പിന്നാലെ ഓടുകയാണ്. പിന്നാലെ പോയി. രണ്ടും പോയിട്ടാ. അതിലേട്ടെ കുളിക്കാൻ പോയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അന്ന് ലീവാണ്. ഒരു ചെറുതവിടെ. അതാ വരുന്നു. എവിടേക്കാണ് കട്ടിക്ക് എനിക്ക് ഇവളുടെ കാലിൽ കടിച്ചിട്ടേ ഇരിക്കും ഇവള്. ടോബി എവിടെ? ഇതാണ് ഞാൻ പറഞ്ഞ കോഴിക്കള്ളൻ കേട്ടോ. ഇതാ നിൽക്കണം. കോഴിയാണ് മുട്ടയാണ് കേട്ടോ. രണ്ടും ഫുഡ് അടിയോട് ഫുഡ്. ഇവിടെ തന്നെ കോഴിനെ പിടിക്കും വന്നിട്ട്. നോക്കുകയാണ്. ഓരോ കോഴികളെ നോക്കി വെക്കുകയാണ്. അറിയില്ല എവിടെ പണിക്ക് പോയെന്ന് അറിയില്ല. വളം കൊടുക്കാൻ കിട്ടിയ കവറുണ്ടാ? ഇല്ല അല്ലേ? രാവിലെ നേരത്തെ വാരിയിട്ടു. വേണ്ട ടെസ. അടി ഇവിടെ വാ. നേരത്തെ വരും നാളെ. നേരത്തെ വരും. 7:30 കഴിഞ്ഞിട്ട് അച്ഛൻ വാരി. 8 മണിയൊക്കെ കഴിയും. നേരത്തെ വന്നാ. നമുക്കൊന്ന് നോക്കല്ലേ. ചെറുത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിടന്നു. ഇതിന് അല്ലല്ല, ഇത് വേറെ കുട്ടി. നോക്കിക്കൊണ്ടിരിക്കട്ടാ. അതായ അമ്മമ്മ പോയിട്ടാ. ഒരു സൗണ്ട് കേട്ടിട്ടേ ഓടിപ്പാവൻ. ചാണകം കൊടുക്കാൻ വന്നതാണ്. ചാണകമില്ല. ചാണകം രാവിലെ അച്ഛൻ നേരത്തെ വാരിയിടും കേട്ടോ. എന്നിട്ട് തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് വിടും. ക്ലീൻ ചെയ്തപ്പോഴേക്കും ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോഴേക്കൊക്കെ ആൾക്കാർ വന്ന്. ഇപ്പോൾ ഓണത്തിന് നമ്മുടെ ഇവിടെ പ്രത്യേകതയാണല്ലോ. ചാണകം കൊടുത്തിട്ട് മെഴുകിയിട്ടാണ് നമ്മളത് അതിൽ പൂ വയ്ക്കുക കേട്ടോ. അത് ഇവിടുത്തെ ഒരു ഇതാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ പാലക്കാട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിനെന്തായാലും ചാണകം എപ്പോഴും ഇടാത്ത ആൾക്കാരും ഈ അത്തം മുതൽ എന്തായാലും ഇട്ട് തുടങ്ങും കേട്ടോ. മതി. നല്ല വെയിലുണ്ടെന്ന് കേട്ടോ. അവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്. ഇത് ചെടി ഭയങ്കര ഇഷ്ടം. ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ചെടി. ഇവിടെയാണ് അവളുടെ ഇഷ്ട സ്ഥലം. ഇവിടെ വന്ന് ഈ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ വെച്ച ചെടിനെയൊക്കെ കേടും വരുത്തും. ഓരോന്ന് കടിച്ച് പറിക്കലാണ് പുള്ളിക്കാരിൻ്റെ മെയിൻ ജോലി. പുള്ളിക്കാരി വയറ് നിറച്ചു. ഇനി ഞങ്ങൾ ഇങ്ങനെ പോകും. ഒരു ദേശാടന പക്ഷികളെ പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഹലോ പൂച്ചൻ ഇതാ അവിടെ ഒരു പൂച്ച കേട്ടോ. കാണണ്ട നിങ്ങൾ? അതിൽ നോക്കണ്ട. ഇതാണ് ഇവിടുത്തെ ഫുൾ എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ ആളും എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഉണ്ട് പറഞ്ഞിട്ട് പൂച്ചനെ കിടപ്പോൾ എന്തോ ഒന്ന് വായി വെച്ചിട്ട് ഓടുകയാണ്. ഇതാ
എന്തോന്നുണ്ട്, അതെന്താണെന്നറിയില്ല. എടി എന്താ അത്? വാഴപ്പൂവ് കേട്ടാ. അവളെന്തായോ എന്തോ നോക്കേട്ടാ. പൂച്ചനെ ഫോക്കസ് ചെയ്യണം. പൂച്ചനെ എല്ലാം മുതൽ കയറാൻ മൂണ്ടിട്ടാ കാണിച്ചു കേട്ടാ. എന്താണോ ആക്കാ. ബാ ബാ പോയി വാ. ആ അമ്മ ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട് നിലവിളിക്കല്. പൂച്ചന് ആൾക്കാർക്ക് ചാണകം എടുക്കാൻ വരുമ്പോൾ ഒരാളെയും വിടുന്നില്ല നിലവിളിച്ചിട്ട്. ഓടിവാ ഓടിവാ ബാ. രണ്ടും കൂടി റിട്ടേൺ നടന്നു കേട്ടാ. ഇതന്നെ പണി ഇവർക്ക്. ബാ ബാ മതി മതി, എനിക്ക് പണിയുണ്ട്. വാ. ഈ പെണ്ണ് ചെടീൻ്റെ അടിയിൽ പോയി നിന്നാൽ കാണും കൂടിയില്ലേ. വാ വാ ഇവിടെ വാ. നോക്ക്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പുള്ളിക്കഴിതാ. നോക്ക്, നന്നായി നോക്കി, ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടോന്ന്. ഇതാ നിൽക്കണത്. എന്താണ് ഒരു കഷ്ടമാണിത്. ചെടികളുടെ ഇടയിൽ നിന്ന് എടുക്കേണ്ട അവസ്ഥയായല്ലപ്പാ നിന്നെ. ഹലോ ഡി, ഇവിടെ നോക്ക്. ലിസ ലിസ, എനിക്ക് ആ ചൊറിയനയുടെ ഇലയിൽ ഇടയിലൊക്കെ പോയി നോക്കിന്ന് നിറയെ ചൊറിയനിലയുണ്ട് അവിടെ. അതിലൊക്കെ പോയി കളിക്കുകയാണ് ഇവർക്ക്. ഓക്കെ ശരി കേട്ടോ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ഇടാം കേട്ടോ. ഇത് കളിച്ചുകൊണ്ടേ ഇരിക്കണം. അവിടെ നിറയെ ചൊറിയലേക്കുണ്ടേ. തട്ടിയാൽ പിന്നെ സീനാവും. ഞാൻ രണ്ടെണ്ണത്തിന് ഒന്നിന് കൂട്ടിലും ഒന്നിന് വീട്ടിലും ആക്കട്ടെ കേട്ടോ, ഉള്ളിലും ആക്കട്ടെ. അല്ലാണ്ടിരുന്ന് എൻ്റെ പണി ഒന്നും നടക്കില്ല. ഇവർ പിന്നാലെ നിന്നാണ്ടല്ലോ നമുക്ക് സമയം പോണത് അറിയില്ല എന്ന് മാത്രമല്ല പണികളൊക്കെ പെൻഡിങ് ആവും. രാവിലെ എണീച്ച് ഞാൻ വീഡിയോ നോക്കിക്കൊണ്ട് നിന്ന കാര്യം നടക്കില്ല. ഓക്കെ, അപ്പോൾ ശരി കേട്ടോ, നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. ഓക്കെ ബൈ.